ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ രേവതി, ശ്രുതി, വർഷ എല്ലാവരും കൂടെ അടുക്കളയിൽ നിന്ന് ചായ കുടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വർഷയോട് ഓരോന്ന് പറഞ്ഞ് സച്ചിയെ പറ്റി പറഞ്ഞിട്ട് വർഷയ്ക്ക് സച്ചിയോടുള്ള ദേഷ്യം കൂട്ടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ രേവതി ആണെങ്കിൽ പറയുന്നുണ്ട്, നീ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീടാണെങ്കിലോ ശ്രുതി പറയുന്നുണ്ട് സച്ചിയുടെ അടുത്തും ശ്രീകാന്തിൻ്റെ അടുത്തും നമ്മൾ ഭാര്യമാരെ പേടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ശ്രുതി വിളിക്കുന്നുണ്ട്. ശ്രുതി വിളിച്ചിട്ട് പറയുന്നുണ്ട്, വേഗം വന്നേ ശ്രുതി എന്താ സച്ചേട്ടനോട് ഇത്രയും പറയാനുള്ളേ, വേഗം താഴോട്ട് വന്നേ ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിനെ വിളിച്ചിട്ട് നമ്മുടെ ശ്രുതി. പിന്നീടാണെങ്കിലോ ശ്രീകാന്തിനെ അതേപോലെ വർഷ വിളിച്ച് താഴത്തോട്ട് വരാൻ പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചിക്ക് വിഷമാവുന്നുണ്ട്. സച്ചിനെ ആരും വിളിക്കുന്നില്ലല്ലോ, രേവതി വിളിക്കുന്നില്ലല്ലോ എന്ന് വിഷമാവുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ സച്ചി രേവതിയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ രേവതി എന്നെ വിളിക്കാത്ത, അവരെല്ലാവരും വിളിച്ചല്ലോ, നിനക്കെന്താ എന്നെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ വേഗം വന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും സച്ചി ശരി ഞാൻ അതാ വരുന്നു എന്ന് പേടിച്ചിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ രേവതിക്ക് ചിരി വരുന്നുണ്ട് സച്ചി അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട്. പിന്നീടാണെങ്കിൽ നമ്മുടെ ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഈ വീടൊക്കെ വാടി തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാൽ വീടിന് കുറച്ച് വെള്ളം ഒഴിക്കാം അമ്മേ, അത് വാടാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട ചന്ദ്ര പറയുന്നുണ്ട്, നിൻ്റെ നാവിൻ്റെ കുറച്ച് നീളം കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നാവിന് നീളമൊന്നും കൂടിയിട്ടില്ല അമ്മേ, അമ്മ നോക്കിക്കേ എന്ന് പറഞ്ഞ് നാവൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.